നമസ്കാരം. ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ്. പക്ഷേ ഉറക്കം നടുക്കുന്നവരെയോ നമ്മളിനി എത്ര ശ്രമിച്ചാലും അവരെ ആ ഉറക്കം നടിച്ചു കിടക്കുന്നത് കൊണ്ട് ഉണർത്താനേ പറ്റില്ല. അത് പറയാൻ കാരണം ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജ് PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിലെ വനിതാ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യമെന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും ഉത്തരം വേണ്ട. ചോദ്യങ്ങൾ കൊണ്ട് ഒരാൾ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ പോലും അതിനെ തടസ്സപ്പെടുത്തിയിട്ട് ഏറ്റവും ഒടുവിൽ അവരുടെ ചാനലിൽ തന്നെ ബ്രേക്കിംഗ് കൊടുക്കണം. കൃത്യമായി ഉത്തരം പറയാതെ സ്വരാജ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് സ്കിപ്പ് അടിച്ചു എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവർത്തനമാണ്. അല്ലാതെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് പോലൊരു സ്ഥാപനത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് സ്വരാജ് ആ വിഷയത്തിൽ സഹിഷ്ണുതയോടുകൂടി അവരുടെ ചോദ്യങ്ങളും ആൻസർ പറയാൻ ശ്രമിക്കുമ്പോൾ അനാവശ്യമായി ഇന്റർഫിയർ ചെയ്യണം, അല്ലെങ്കിൽ ഇടപെടൽ നടത്തുകയാണ്. ആ ഇടപെടൽ നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഉത്തരം പറഞ്ഞാൽ നമ്മൾ ഈ ചമച്ചു വെച്ചിരിക്കുന്ന നുണകളെല്ലാം പൊളിഞ്ഞ് പാളീസാകുമല്ലോ. അതിനുവേണ്ടി അവർ ചെയ്ത പ്രവർത്തനത്തെ സ്വരാജ് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊണ്ട് പ്രതിരോധിച്ചതെന്ന് ഒന്ന് കണ്ടേ. പൊതുസമൂഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാക്കിലല്ല, ഒരു വാക്കിൽ പിടിച്ചാണ് നിങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ആഴത്തിലേക്ക് പോയി അതിനകത്ത് എന്താണ് ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് മനസ്സിലാകാതിരിക്കാൻ മാത്രമുള്ള ഒരു അതൊന്നും ഇല്ലാന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്ത് മുൻകരുതൽ SSK ഫണ്ടിന്റെ പേരിലാണെങ്കിലും PM ശ്രീ പദ്ധതിയില്ലാതെ കരാറിൽ ഒപ്പിടാമെന്ന് കേരളം തീരുമാനിക്കുമ്പോൾ അന്ന് ഭരിച്ച ഇടത് സർക്കാർ ഈ കാവ്യവൽക്കരണം എന്ന ഭീതിയെ തടയാൻ എന്ത് മുൻകരുതൽ എടുത്തു? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ചോദ്യം കറക്റ്റായി. പറഞ്ഞു വിശ്വസിപ്പിച്ചെന്ന് പറയുമ്പോ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് വരും. ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിരോധമില്ല. അതിനുള്ള മറുപടി ഇതാണ്. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അതിന്റെ അപകടം പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്ന ചോദ്യം ആ രീതിയിൽ അങ്ങനെ വിശാലം അങ്ങനെയല്ല, രണ്ടിനും രണ്ടർത്ഥമാണുള്ളത്. അങ്ങനെ വിശാലാർത്ഥത്തിൽ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ല, എന്റെ ചോദ്യം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലല്ല. നിങ്ങൾ ദീർഘമായി ചോദിച്ചു, ഞാൻ മറുപടി പറയുമ്പോ കേൾക്കണോ? അതൊരു പരസ്പര ബഹുമാനത്തിന്റെ ഭാഗം. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ മലയാള വാക്കിന്റെ അർത്ഥം അയഥാർത്ഥമായ ഒരു കാര്യത്തെ മറ്റൊരു തരത്തിൽ വിശ്വസിപ്പിച്ചു എന്നാണ്. അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറയാം. അത് പോട്ടെ, നമ്മൾ ആ കാര്യം തർക്കിക്കേണ്ട ഒരു വിഷയമല്ല, അതൊരു മാറ്റർ അല്ല. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ എന്ത് മുൻകരുതലാണ് അല്ലെങ്കിൽ നടപടിയാണ് ഈ കാവ്യവൽക്കരണം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ചതെന്നല്ലേ ചോദ്യം. അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമാകാത്തതാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. ന്യായം പറയുന്നതൊക്കെ വ്യക്തികൾക്ക് അനുസരിച്ചല്ല. നിങ്ങൾക്ക് ന്യായമായി തോന്നില്ല? ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി വളരെ ആലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ വലിയ സമരങ്ങൾക്കൊടുവിൽ അത് മുന്നണിക്കെടുത്ത തർക്കങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, അതിൽ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ഈ കാവ്യവൽക്കരണ ഭീതിയെ ചെറുക്കാൻ എന്ത് ചെയ്തു? എന്ത് നടപടി എടുത്തു? അതിലെങ്ങനെയാണ് ഒപ്പിട്ട് നടപ്പാക്കാൻ വേണ്ടി അല്ലാതെ ഒപ്പിട്ടതെന്ന് എങ്ങനെയാണ് പറയാ? നിങ്ങളുടെ അഭിപ്രായങ്ങളായി നിൽക്കട്ടെ. അതിനെ തൃപ്തിപ്പെടുത്താൻ അല്ലല്ല, പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ വിലയിരുത്തലും നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തുന്നു, ഞങ്ങൾ അതിനെ അങ്ങനെ അല്ല വിലയിരുത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒപ്പിട്ട ഉടനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ തുടർ നടപടികളിലേക്ക് കടക്കണം എന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളം കൊടുത്ത മറുപടി ഉടനടി തുടർ നടപടികളിലേക്ക് കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയട്ടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി കൊടുക്കുന്നു. അതിനുശേഷം മന്ത്രിയും സംഘവും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് PM ശ്രീ പദ്ധതിയെ ഒരു പദ്ധതി എന്ന നിലയിൽ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. പകരം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള SS ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കണം എന്ന നിലയും പറയുന്നു. അപ്പൊ ഒപ്പിട്ടില്ലെങ്കിൽ, പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് ലഭിക്കുന്നതല്ല എന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഘട്ടത്തിൽ പദ്ധതി, അപ്പോഴേക്ക് മറ്റു പല പശ്ചാത്തലമുണ്ട്, പദ്ധതി നടപ്പാക്കാൻ ഈ MOU നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് കത്തും കൊടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യം അപ്രസക്താണ്. നിങ്ങൾക്ക് ബോധ്യമായിക്കോണമെന്നില്ല. എനിക്ക് എന്റെ മറുപടി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യമാണ്. അല്ല, അത് പഴയൊരു കാര്യമാണ്. പിന്മാറിയ കാര്യവും ഈ നിർത്തലാക്കിയ കാര്യവും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥയായിട്ട് തലയൊക്കെ ആട്ടുന്നത്?
ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യവും കേട്ട് ക്ഷമയോടെ ഇരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയും. പിന്നെ നിങ്ങൾ തർക്കിക്കാൻ തയ്യാറായിട്ടാണെങ്കിൽ നിങ്ങൾ അതും ആയിക്കോട്ടെ, പറഞ്ഞോളൂ. പറഞ്ഞു. നിങ്ങളുടെ വ്യക്തത നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ആ, അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഒരുപാട് സമയം എടുക്കും. ഞാൻ തയ്യാറാണ്, കാരണം എനിക്കിപ്പോ പെട്ടെന്ന് എങ്ങോട്ടേലും പോകാനില്ല. നമുക്ക് അങ്ങനെ തുടരാം. ശരി, നിങ്ങൾ ചോദിച്ചു. ഇനി എന്തെങ്കിലും ചോദിച്ചു. വ്യക്തത നിങ്ങൾക്കുണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. അത് ഞാൻ അതിനെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്, എനിക്കതിൽ വ്യത്യസ്തമായ ഒരു നിലപാടാണ്. ഞാൻ എന്റെ നിലപാട് വിശദീകരിക്കുന്നു. നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങളുടെ നിലപാടിലേക്ക് ഞാൻ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. എനിക്ക് എന്റെയും നിങ്ങൾക്ക് നിങ്ങളുടെയും നിലപാടും ബോധ്യവുമാണ്. നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങൾ നിൽക്കൂ. ഞാൻ CPM പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരേ അഭിപ്രായം ആവില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പല്ലേ? മുൻവിധിയാണോ? ഞാൻ വ്യക്തിപരമായിട്ടല്ലോ പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ അങ്ങനെ അറിയുകയില്ലല്ലോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇനി വ്യക്തമായി പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ട് നിലപാടാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ എല്ലാ കാര്യത്തിലും. ഒരിടങ്ങളിൽ പോലും സ്വരാജ് അസഹിഷ്ണുത കാണിച്ചില്ല. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് അസഹിഷ്ണുത പലകുറി വരികയാണ്. കാര്യം നമ്മൾ തന്നെ ചമച്ച ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും പുറത്തേക്ക് വരാൻ പാടില്ല. സാധാരണഗതിയിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, VD സതീശൻ എന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുള്ള സന്ദർഭത്തിൽ പോലും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചുള്ള മറുപടി എങ്ങനെയാണ്? കാര്യം സതീശൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ചിരിക്കുന്ന വ്യക്തിയാണ്. മാധ്യമപ്രവർത്തകരോടൊക്കെ എത്ര മനോഹരമായി ഇടപെടുന്നു എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്ന് ഇന്നുകൂടി ആവർത്തിക്കപ്പെട്ടു. അതുകൂടി നിങ്ങളൊന്ന് കണ്ടേ. ഇനി വേറെ വിഷയം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ വല്ല വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു ധാരണ എത്തും. ആദ്യം ആര് ചോദിക്കണമെന്നൊരു ധാരണ എത്ത്. ചോദിച്ചവരെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പത്രസമ്മേളനം നടത്തിപ്പിന്റെ ഒരു ഇതാണ്. നിങ്ങൾ നിങ്ങളൊരു 2-3 പേര് വന്നിട്ട് ഞാനല്ല വെയിറ്റ് ഞാൻ സംസാരിക്കുക. അങ്ങ് സംസാരിക്കാൻ പാടില്ല. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പാടില്ല. നിങ്ങളൊരു 3 പേര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് മനഃപൂർവ്വം നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് അവസരം തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ നിങ്ങൾ വന്ന് 3 പേര് നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വന്നു. ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നില്ല. നിരന്തരമായി ഈ പത്രസമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? ഇവരൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ചോദിക്കുന്നു? കണ്ടല്ലോ, ഇതിൽ ആരാണ് അസഹിഷ്ണുത കാണിച്ചത്? വളരെ കൃത്യമായിട്ട് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ സതീശൻ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ്. നിങ്ങൾ എന്നോട് 3 ചോദ്യം ചോദിച്ചു, 4 ചോദ്യം ചോദിച്ചു എന്ന രീതിയിൽ ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായ ഉത്തരം പറയാതിരിക്കാൻ ആ കാരണം പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയാണ്. പക്ഷേ സ്വരാജിരുന്ന് വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാ ചോദ്യങ്ങളെയും കേട്ടു. മറുപടി പറയാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല എന്ന രീതിയിൽ സ്വമേധയാ ഞങ്ങൾ തന്നെ ഈ വിഷയത്തിൽ നാട്ടുകാരുടെ മുന്നിൽ ഒരു പച്ച നുണ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം മറുപടി പറയാൻ പാടുള്ളൂ. കാര്യം നമ്മളാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട സൃഷ്ടിക്കുന്നത്. ആ അജണ്ടയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രം മറുപടി പറയിക്കുക, അല്ലെങ്കിൽ മറുപടി പറയാൻ അനുവദിക്കാതിരിക്കുക. ഇതാണ് ഇവർ ഉയർത്തുന്ന ഒരു തന്ത്രമെന്ന് പറഞ്ഞാൽ. പക്ഷേ 2 തരം പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെട്ടു? അവർ ചോദിച്ച ചോദ്യത്തിൽ വസ്തുതകളാണ് സമൂഹത്തിനോട് പറയാൻ ശ്രമിക്കുന്നത്. വസ്തുതകൾ അവർക്ക് കേൾക്കണ്ട. പക്ഷേ നമ്മുടെ മേനോൻ മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം പച്ച നുണ പറയുമ്പോൾ ആ നുണയെ പൊളിക്കാൻ ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാതെ നിങ്ങൾ 3 ചോദ്യം ചോദിച്ചു. എൻ്റെ പത്രസമ്മേളനങ്ങളിൽ 2-3 പേര് മാത്രം, ബാക്കിയുള്ളവരെല്ലാം എന്നെ അനുകൂലിച്ചിരിക്കുന്നവരാണ്, അവരല്ലാതെ 2-3 പേര് മാത്രം വന്നിരുന്ന് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നു. കാര്യം എന്താണ്? ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകൾക്ക് എതിർ ചോദ്യമില്ലാതെ നിശബ്ദമായി മൗനമായി ഇതേ ഏഷ്യാനെറ്റുള്ള മാപ്രകൾ സുഖിപ്പീര് ചോദ്യം ചോദിക്കുന്നിടത്താണ് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം മറുപടി പറയാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ പറയാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ കൃത്യമായി നടത്തിപ്പോരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവമെന്ന് പറയേണ്ടി വരികയാണ്.